സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിതാ നമ്മുടെ അറ്റോമിക് സ്ട്രക്ചറിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും അതിൻ്റെ വേവ് തിയറി പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ ആ കൺക്ലൂഷനിൽ പറഞ്ഞു, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് വെറും ഒരു വേവ് നേച്ചർ മാത്രമല്ല. അത് മാത്രമാണെങ്കിൽ അതിന് പല കോൺസെപ്റ്റ്സും പറയാൻ പറ്റില്ല. അതിൽ നമ്മൾ പറഞ്ഞ മെയിൻ 2 കോൺസെപ്റ്റ്സ് ഉണ്ട്. ഒന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഒന്ന് എന്തായിരുന്നു മെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് എടുക്കാൻ പോകുന്നത്. എന്താണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? എഗെയിൻ വൺ മോർ തിങ്, +1 ഇപ്പം എക്സാം എഴുതാൻ പോകുന്നവരോട് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരിക്കലും അത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ബാക്കിയൊന്നും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഉദ്ദേശം വെറും ഒരു +1 പാസ്സാവുക അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്ക് കിട്ടുക എന്നല്ല. ബേസ് വേണം. +2 വേണം നിങ്ങൾ പോകുന്നത്, അവിടേക്ക് നല്ല ബേസ് തന്നെ വേണം. പിന്നെ പല ആൾക്കാരും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വെറും ഈ ഫോക്കസ് ഏരിയ ഒന്നും പഠിച്ചാൽ ഒന്നും ആവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ല ടോപ്പിക്കിൽ. ഈ ഒരു ലെസണിൽ ഫോക്കസ് ഏരിയ കൊടുത്ത് വളരെ കുറച്ച് ഏരിയ അത് മാത്രം പഠിച്ചിട്ടൊന്നും നമുക്ക് ഒരു എൻട്രൻസിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്, നന്നായി പഠിക്കുക. എക്സാം അടുപ്പിച്ചിട്ട് ഫോക്കസ് ഏരിയ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക്കും പഠിച്ചിരിക്കണം. അപ്പോൾ ഇപ്പോൾ ന്യൂലി +1 ജോയിൻ ചെയ്തൊരു ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് എൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ വിശദമായി പറഞ്ഞിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കേട്ടോ. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ സത്യം പറയുമ്പോൾ ഞാൻ +1 പഠിക്കുമ്പോൾ ഞാനിത് ബൈഹാർട്ട് ചെയ്ത് പോയൊരു ഏരിയയാണ്. സത്യമായിട്ടും ഞാനിത് ബൈഹാർട്ട്, എനിക്ക് അറിയില്ലായിരുന്നു എന്താ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഇതിന് പഠിച്ചു, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് മാർക്ക് കിട്ടാൻ പഠിച്ചു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിച്ചിട്ട് പോയിക്കോളൂ. അന്ന് ടീച്ചേഴ്സിൻ്റെ പ്രോബ്ലം ആയിട്ടല്ല പറഞ്ഞത്, അന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. നമുക്കിങ്ങനെ കുറച്ചുണ്ടാവില്ല ബൈ ഹാർട്ട് സ്റ്റഡി, അതിൽ പോയൊരു ഏരിയയാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനൊക്കെ. അപ്പോൾ എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ റേഡിയേഷൻ, അതായത് ഒരു ഇൻസിഡൻറ്റ് റേ വരികയാണെങ്കിൽ, ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷൻസ് വരികയാണെങ്കിൽ അവിടെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു റേ വരികയാണ്, ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് വരികയാണെങ്കിൽ വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ദെയർ? കുറച്ച് റേസ് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 കേസസാണ് അധികം ഉണ്ടാവുക. കുറച്ച് റേസ് ഈസിലി പാസ് ചെയ്യും അല്ലേ, ദി ക്യാൻ ഈസിലി പാസ്. ചില സമയത്ത് ചില റേസ് എന്ത്, ഇൻസ്റ്റെഡ് ഓഫ് പാസിങ് ത്രൂ ഇറ്റ് വിൽ ജസ്റ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അല്ലേ. എന്ത് ചെയ്യും? ചിലത് റിഫ്ലക്റ്റ് ചെയ്യും, ചിലത് എന്ത് ചെയ്യും അതിൻ്റെ ഉള്ളിലൂടെ പോകും. ചിലത് എന്ത് ചെയ്യും, ചിലത് ഇറ്റ് വിൽ ബി എബ്സോർബ്ഡ് ബൈ ദ ആ റേഡിയേഷന്, അത് എബ്സോർബ് ചെയ്യും. ഈ 3 പോസിബിലിറ്റീസാണ് അധികം അവിടെ ഉണ്ടാവുക. അതായത് ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു റേ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വീഴുമ്പോൾ പാർട്ട് ഓഫ് ദി റേ ചില സമയത്ത് ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ഇറ്റ്, some part of the ray will be reflected or some part of the ray will be absorbed. ഈ മെയിൻ 3 കാര്യങ്ങളാണ് പലപ്പോഴും നടക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി, ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ഈസ് ദ വൺ. അത് ഞാൻ ആ ഡെഫിനിഷൻ പറഞ്ഞിട്ട് പറയട്ടോ. എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ഈസ് ദ വൺ വിച്ച് വിൽ എബ്സോർബ് ഓൾ ദ റേഡിയേഷൻസ്. എന്തൊക്കെ ടൈപ്പ് ഫ്രീക്വൻസിയിൽ വന്ന റേഡിയേഷൻസ് വീണാലും ഇറ്റ് വിൽ എബ്സോർബ് ദാറ്റ് റേഡിയേഷൻ. അതിന് ഒരു എക്സാമ്പിളൂടെ പറയാം. ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് ഇത് എന്ത് കളറിലാണ് കാണുന്നത്? ഗ്രീൻ കളറിൽ അല്ലേ. വൈ യു ആർ സീയിങ് ദിസ് ടോപ്പ് ഇൻ ഗ്രീൻ കളർ? ബിക്കോസ് വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഫാൾസ് ഓൺ ദിസ് അല്ലേ, റേഡിയേഷൻ വരുന്ന സമയത്ത് the object will absorb all the colors in that radiation and it will reflect the green color. ഇതിലേക്ക് വീഴുന്ന റേഡിയേഷനിലെ ബാക്കി എല്ലാ, അപ്പോൾ ഇതിലേക്ക് വീഴുന്ന എല്ലാ റേഡിയേഷൻ, അതായത് എല്ലാ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് ഗ്രീൻ കളറിൻ്റെ ആ ഒരു റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഓരോ ഒബ്ജക്ട്സിനും ഓരോ കളർ. ഇത് നിങ്ങളുടെ 7th 8th പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ അബ്സോർബ് ഓൾ ദ റേഡിയേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്, എല്ലാത്തിനെയും അത് അബ്സോർബ് ചെയ്യും. അങ്ങനെയുള്ളൊരു ബോഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പോൾ ഇനിയിപ്പോഴത്തേക്ക് എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. പറഞ്ഞു തരാം എന്താണ്.
അപ്പോൾ ഇതാണ് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി. സോ വാട്ട് ഇസ് മെൻ ബൈ എ ബ്ലാക്ക് ബോഡി? എ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ഈസ് ദ വൺ വിച്ച് വിൽ അബ്സോർബ് all the radiation which will absorb all the radiation which is incident on it. അതിൻ്റെ മുകളിൽ വീഴുന്ന എല്ലാ റേഡിയേഷനെയും അത് അബ്സോർബ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്തായിരിക്കും? ദ റേഡിയേഷൻ. അപ്പോൾ ഇത് അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഗിവ് ഔട്ടും ചെയ്യും, എമിറ്റ് ചെയ്യും റേഡിയേഷൻസ് അറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. സോ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി അല്ല ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇസ് the radiation which is emitted by a black body, or the radiation which is emitted by a black body is known as black body radiation. അപ്പോൾ എന്താ ബ്ലാക്ക് ബോഡി, എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് പോവാണ്. അപ്പം ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞതൊന്നും യൂണിവേഴ്സിൽ അങ്ങനെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നൊരു സംഗതി ഇല്ല. നമ്മൾ പറയുന്ന ബ്ലാക്ക് ബോഡി ഓൾമോസ്റ്റ് ഒരു 90 to 98% വരെയൊക്കെ അങ്ങനത്തെ ഒരു ബോഡി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ബോഡീനെ ഹീറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഐ എം ടേക്കിംഗ് എൻ അയൺ റോഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലേ, ഇരുമ്പ് കമ്പി അല്ലേ, അയൺ റോഡ്. ഐ എം ജസ്റ്റ് ടേക്കിംഗ് എൻ അയൺ റോഡ് ആൻഡ് ഐ എം ഗോയിങ് ടു ഹീറ്റ് ഇറ്റ്. അതിനെ ഹീറ്റ് ചെയ്യാൻ പോവുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ, ഐ എം ഗോയിങ് ടു ഹീറ്റ് ആൻ അയൺ റോഡ്. ഞാനൊരു നല്ലൊരു ഇരുമ്പ്, അതായത് അയൺ റോഡ് എടുത്ത് നല്ല ടെമ്പറേച്ചറിൽ ഇങ്ങനെ ഹീറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം ഹീറ്റ് ചെയ്തു, ആദ്യം ആ അയൺ റോഡിൻ്റെ കളർ ഒരു റെഡ് കളറായിട്ട് കാണും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഓറഞ്ച് കളറായി, പിന്നെ അത് യെല്ലോ കളർ, ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് ചേഞ്ച് ഇറ്റ്സ് കളർ ടു ഡാർക്ക് ബ്ലൂ, അല്ലെങ്കിൽ ഒരു വയലറ്റ് ബ്ലൂ കളറിലേക്ക് അതങ്ങ് മാറി. നിങ്ങളിത് കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മൾ ഡെയിലി ലൈഫിലായിട്ട് അങ്ങനെ കാണാനൊന്നുമില്ല. നിങ്ങൾ ഈ ചില മൂവീസൊക്കെ കാണുന്ന സമയത്ത് അവർ ഈ ചിലപ്പം ഇങ്ങനെ ചില സീൻസിലൊക്കെ ഇങ്ങനെ കാണിക്കും ഈ കത്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ നൈഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ദ ഹീറ്റ് വിൽ ബി ഗിവിങ്, ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ റെഡ് ഹോട്ട് ആവും, നല്ല റെഡ് കളർ, ഓറഞ്ച്, യെല്ലോ, അതിങ്ങനെ ഇങ്ങനെ കാണുന്നത് കാണാം. അപ്പോൾ അവിടെ നോക്കൂ, when I'm heating an iron rod, it just changes its color from red. When the temperature is again increased, the temperature ചൂട് കൂട്ടുമ്പോൾ it changes into orange, then yellow, and then it is finally blue. എന്തുകൊണ്ട്? ഇതന്നെയായിരുന്നു അവിടെയും പ്രശ്നം. Why when we are heating a certain black body or certain object, it changes its color, അതായത് റെഡ് ആവുന്നു, ഓറഞ്ച് ആവുന്നു, യെല്ലോ ആവുന്നു, ബ്ലൂ ആവുന്നു. Why it is happening? അപ്പം നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി എന്ത് പറഞ്ഞെന്നറിയോ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൽ ഒരു വേവ് തിയറി ഉണ്ട്. അവരിതിനല്ല പറഞ്ഞത്, അവർ പണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരാളാണ്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയേഷൻ ആണ്. ആൻഡ് അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാതെ ഇത് എമിറ്റ് ചെയ്യും, അതായത് ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻറ്റൻസിറ്റിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലാതെ അവിടെ വേവ് ലെങ്ത്തിനോ ഫ്രീക്വൻസിക്കോ വ്യത്യാസം വരുന്നൊന്നും ആര് പറഞ്ഞില്ല? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് തിയറി പറഞ്ഞു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് വേവാണ്, അതിന് എല്ലാ വേവിൻ്റെ ക്യാരക്ടറും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ റേഡിയേഷൻ ഇങ്ങനെ എമിറ്റ് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ടാണ്. പിന്നെന്താണ് അതിൽ ഇൻറ്റൻസിറ്റിയിൽ അതിങ്ങനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റൻസിറ്റിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ വേവ് ലെങ്ത്തിലോ ഫ്രീക്വൻസിയിലോ ഒന്നും ഒരു ചേഞ്ച് ഉണ്ടെന്ന് അവർ പറഞ്ഞതേ ഇല്ല കേട്ടോ. അവരത് പ്രൂവ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് നോക്കി, ഇവിടെ ഇങ്ങനെ ഒരു റേഡിയേഷൻ, ഒരു ബ്ലാക്ക് ബോഡി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ചേഞ്ചസ് ഇൻ ടു റെഡ്, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ. അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് വേവ് ലെങ്ത് ഡിഫറെൻ്റ് അല്ലേ? റെഡിൻ്റെ വേവ് ലെങ്ത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 625 to 740. ഓറഞ്ചിൻ്റെ വേവ് ലെങ്ത് നോക്കൂ, 590 to 625. യെല്ലോ 565 to 590. ബ്ലൂ എന്ന് പറയുന്നത് 445 to 520. അപ്പോൾ എന്ത് മനസ്സിലായി? നമ്മൾ ഒരു ഹീറ്റ്, അതായത് ഒബ്ജക്റ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ എമിറ്റ് റേഡിയേഷൻ അല്ലേ? അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. നമ്മൾ അതിന് ടെമ്പറേച്ചർ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ എനർജി കൊടുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ എമിറ്റ് റേഡിയേഷൻ. നിങ്ങളുടെ അടുപ്പിൽ ഒരു കുക്കറോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ വെസലോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടുത്തൊന്ന് പോയി നിന്നാൽ യു വിൽ ഫീൽ ഹോട്ട്. നിങ്ങൾക്ക് ഹീറ്റ് ഫീൽ ചെയ്യല്ലോ. വൈ? ബിക്കോസ് വെൻ വി ആർ ഗിവിങ് എനർജി ഇറ്റ് ഈസ് എമിറ്റിംഗ് റേഡിയേഷൻ. അത് എമിറ്റ് ചെയ്യുന്നുണ്ട് റേഡിയേഷൻ. ആ റേഡിയേഷനാണ് നമുക്ക് എന്തായിട്ട് ഹീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇതിനെ ഞാൻ ചൂടാക്കിയ സമയത്ത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ഓർ ഇറ്റ് ഈസ് എമിറ്റിംഗ് റേഡിയേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. വേവ് തിയറിയിൽ എന്താ പറഞ്ഞത്? അതിൽ അവർ പറഞ്ഞിട്ടില്ല ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലൊന്നും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കൂ, ആസ് ദി ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ് ഓർ ആസ് ദി എനർജി ഈസ് ഇൻക്രീസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേവ് ലെങ്ത്ത് കുറഞ്ഞ റേഡിയേഷൻസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം ഞാനൊരു 300 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തെന്ന് വിചാരിക്കാം. 300 ഡിഗ്രി സെൽഷ്യസ് ഞാൻ ടെമ്പറേച്ചർ കൊടുത്തു. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടുന്നത് ഏതാ? വേവ് ലെങ്ത്ത് കൂടിയ റെഡ് കളർ കിട്ടിയില്ലേ? പിന്നെ ഞാനൊരു 400 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തപ്പോൾ വിച്ച് കളർ ഐ ഗോട്ട് ഓറഞ്ച് കളർ. ദാറ്റ് മീൻസ് ദ വേവ് ലെങ്ത് ഇസ് ഗെറ്റിംഗ് റെഡ്യൂസ് അല്ലേ? ഇതിൽ വേവ് ലെങ്ത് കുറഞ്ഞ റേഡിയേഷൻ.
ഒന്നുകൂടെ ഞാൻ ചൂടാക്കിയപ്പം ഐ ഗോട്ട് ഒരു 500 ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ അഗെയിൻ ഐ ഗോട്ട് എ റേഡിയേഷൻ വിച്ച് ഇസ് ഓഫ് ലോവർ വേവ് ലെങ്ത് ദാറ്റ് ഈസ് 565 to 500, ദാറ്റ് ഈസ് യെല്ലോ. പിന്നെയും എൻ്റെ ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസ് അപ്പം ഐ എം ഗെറ്റിംഗ് എ ബ്ലൂ കളർ വിച്ച് ഇസ് ഹാവിങ് എ ലെസ് വേവ് ലെങ്ത് കമ്പയർഡ് ടു റെഡ് അല്ലേ. അതിനേക്കാളും വേവ് ലെങ്ത് ഇങ്ങനെ ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കുറഞ്ഞ റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടല്ലോ അല്ലേ. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, അതായത് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എടുത്തപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേവ് ലെങ്ത്ത്, റെഡിന് വേവ് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, കുറവാണ്. ഓറഞ്ചിന് വേവ് ലെങ്ത്ത് കൂടുതൽ, ഇത് ഇവിടെ എന്താണ് വേവ് ലെങ്ത്ത് ഡിക്രീസിങ് ആണെങ്കിൽ ഫ്രീക്വൻസി നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് പറയും. ആസ് ദി ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ് the radiations of higher frequencies are produced. As again the temperature is increased, radiations of higher frequencies are produced. Again the temperature. So as the energy is increased, energy increase ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടി, ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. അല്ലെങ്കിൽ എനർജി കൂടുന്നതിനനുസരിച്ചിട്ട് വേവ് ലെങ്ത് കുറഞ്ഞ ഈ ഒരു പോയിന്റ് നിങ്ങൾ എഴുതി വെച്ച്, എനർജി കൂടുന്നതിനനുസരിച്ച് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്ന എനർജിക്ക് പകരം നിങ്ങൾക്ക് ടെമ്പറേച്ചർ ചെയ്താൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് വേവ് ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്ത്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? അപ്പോൾ ഉറപ്പായിട്ട് മനസ്സിലായി, ഒരു ബ്ലാക്ക് ബോഡി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല റേഡിയേഷൻസ് കിട്ടുന്നുണ്ട്, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. അപ്പോൾ അതിനെന്ത് മനസ്സിലായി, റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത്തിൽ അവിടെ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. അത് ആർക്ക് പറയാൻ പറ്റില്ല, വേവ് തിയറിക്ക്. കാരണം വേവ് തിയറി എന്താ പറഞ്ഞത്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാണ്. അതിലെന്താണ്, അതിൽ വേവ് ലെങ്ത്തിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലോ ഒന്നും ചേഞ്ച് വരുന്നില്ല, അവിടെ ഇൻറ്റൻസിറ്റിയിൽ മാത്രമേ, അതായത് ഇൻറ്റൻസിറ്റി കൂടും, അത്ര കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ കറക്റ്റായിട്ടൊരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ തരാൻ ആർക്ക് പറ്റിയില്ല. ദ വേവ് തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ദേ വാസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റേഡിയേഷൻ ഉണ്ടാവും എന്നുള്ളത് ആർക്ക് പറയാൻ പറ്റിയില്ല, വേവ് തിയറിക്ക്. അപ്പം വന്നു നമ്മുടെ മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. ഹി വാസ് ദ വൺ who explained this black body radiation. ആരാണ്, മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞൊരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്. ഹി എക്സ്പ്ലെയിൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഒരാൾ പെട്ടെന്ന് ഇതാണ് ബ്ലാക്ക് ബോഡി, അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി പഠിച്ചിട്ട് അദ്ദേഹം ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു, ദാറ്റ് ഈസ് മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. എന്താണ് മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി? വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറിയാണ് അടുത്ത് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ 1-2 കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഒരു ഗ്രാഫ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം. കാരണം ആ ഗ്രാഫ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രാഫ് വെച്ചിട്ട് ഇത് ഇനി നിങ്ങളുടെ നീറ്റ് എക്സാമിനായാലും എന്തിനായാലും ആ ഒരു ഗ്രാഫ് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ ഈ ഒരു ഗ്രാഫ് നോക്കൂ കേട്ടോ. ഞാൻ ഒരു ബ്ലാക്ക് ബോഡീനെ, അതായത് ഒരു അയൺ റോഡിനെ ഹീറ്റ് ചെയ്തപ്പം അവിടെ വരുന്ന വേരിയേഷൻസ് ഇൻ ദിയർ വേവ് ലെങ്ത് ആൻഡ് ഇൻറ്റൻസിറ്റി വാസ് പ്ലോട്ടഡ് ഇൻ എ ഗ്രാഫ്. അതിങ്ങനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. ദ എക്സ് ആക്സിസിൽ എനിക്ക് വേവ് ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത്. 1 2 3 4 അങ്ങനെ ഞാൻ എടുത്തിരിക്കണു വേവ് ലെങ്ത്തിൽ. ഇവിടെ ഞാൻ ഇൻറ്റൻസിറ്റിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻറ്റൻസിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നോക്കുകയാണ്, സെയിം പറഞ്ഞ കാര്യം തന്നെയാണ്, സെയിം ഇവിടെ നോക്കൂ. 300 കെൽവിൻ T1 എന്നിരിക്കുക. ആ ടെമ്പറേച്ചറിൽ ഞാനത് ഹീറ്റ് ചെയ്ത സമയത്ത് യു ക്യാൻ സീ ദാറ്റ് ദ റേഡിയേഷൻസ്, ഒരു ടൈപ്പ് ഓഫ് റേഡിയേഷൻ വിത്ത് എ വേവ് ലെങ്താണ്. ഈ ഒരു വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി. ഇനി ഞാൻ വീണ്ടും ഹയർ ടെമ്പറേച്ചറായി 400 കെൽവിനിലായി. 400 കെൽവിനിൽ നോക്കിയപ്പം ഇൻറ്റൻസിറ്റി കൂടി അല്ലേ, ഇൻറ്റൻസിറ്റി കൂടി. പക്ഷേ വേവ് ലെങ്ത് നോക്കൂ, വേവ് ലെങ്ത് കുറഞ്ഞു. ഇത് ഇവിടെ 3-ലാണെങ്കിൽ ഇത് 2.4-ലേക്ക് വേവ് ലെങ്ത് കുറഞ്ഞു. വീണ്ടും ഞാൻ 500 കെൽവിനിൽ ടെമ്പറേച്ചർ കൂട്ടിയപ്പം അതിൻ്റെ വേവ് ലെങ്ത് വീണ്ടും കുറഞ്ഞു. കണ്ടോ, ഇവിടെയല്ലേ പീക്ക് വരുന്നത്, ഇതിൻ്റെ പീക്ക് ഇവിടെയായിരുന്നു, ഇതിൻ്റെ പീക്ക് ഇവിടെയായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്തായി, വീണ്ടും കുറഞ്ഞു. ബട്ട് ഇൻറ്റൻസിറ്റി ഇൻക്രീസ്ഡ്. ടെമ്പറേച്ചർ വീണ്ടും കൂട്ടി 6 കെൽവിൻ ആയപ്പം അതിൻ്റെ വീണ്ടും വേവ് ലെങ്ത് ഇതാ ഇവിടെയാണ് വന്നത്, അത് കുറഞ്ഞു. ബട്ട് ഇൻറ്റൻസിറ്റി ഈസ് ഇൻക്രീസിങ്. ഇനി ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ദ ഇൻറ്റൻസിറ്റി ഈസ് ഇൻക്രീസിങ് അല്ലേ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂടി ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തിയിട്ട് പിന്നെ അത് അങ്ങോട്ട് ഡിക്ലൈൻ ചെയ്ത് പോവുക, കുറഞ്ഞു പോവുകയാണ്. ഇതാ ദ ഇൻറ്റൻസിറ്റി ഈസ് ഇൻക്രീസിങ് അറ്റ് എ പെർട്ടിക്കുലർ അല്ലേ, ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് വരെ എത്തിക്കേണ്ടത്. ദെൻ ഇറ്റ് ഈസ് ഡിക്ലൈനിങ്, പിന്നെ അതിങ്ങനെ കുറഞ്ഞു പോവുകയാണ്.
ഈ കോൺസെപ്റ്റ് ഒന്നും ആർക്ക് പറഞ്ഞു തരാൻ പറ്റിയില്ല ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിക്ക്. അതായത് വേവ് തിയറിക്ക് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല? Why as the temperature increases wavelength is decreasing, or as temperature is increasing frequency is increasing. ഈ രണ്ട് കോൺസെപ്റ്റ് അവർക്ക് പറയാൻ പറ്റിയില്ല. സെക്കൻഡ് വൺ എന്താ? as temperature is increasing the intensity is increasing. Intensity increase ചെയ്ത് and reaches to a maximum and suddenly it declines. suddenly അതങ്ങ് കുറഞ്ഞു പോവുക. ഈ കോൺസെപ്റ്റും ആർക്ക് പറയാൻ പറ്റിയില്ല? വേവ് തിയറിക്ക് പറയാൻ പറ്റിയില്ല. അപ്പം ഈ എല്ലാ കോൺസെപ്റ്റുകളും പറയാൻ ഹെൽപ്പ് ചെയ്തത് മാക്സ് പ്ലാങ്കിൻ്റെ ഒരു തിയറി ഉണ്ട്. അതാണ് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മെൻ ബൈ എ ബ്ലാക്ക് ബോഡി. ഞാൻ നോട്ട്സ് നിങ്ങൾ ഇപ്പം തന്നെ തരും. ഇതിൻ്റെ കൂടെ തന്നെ അത് പഠിച്ചു പോകണം കേട്ടോ. 2 മാർക്കിന് ചോദിച്ചാൽ a perfect black body is the one which will absorb all the radiations falling on it, and it will also, it's a good emitter also. It will emit all the frequencies, all the radiations of all the frequencies. പിന്നെ എന്താ അതിൽ പറയാനുള്ളത്? പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷനും എന്താണ് ബ്ലാക്ക് ബോഡി എന്നുള്ളതും പഠിക്കാനുള്ള ബാക്കിയുള്ള എക്സ്ട്രാ ഉള്ള പോയിന്റ്സ് ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്സും കൂടെ ഞാനിവിടെ തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇനി അടുത്ത പറയാനുള്ളത് നമുക്ക് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറിയാണ്. എന്താണ് മാക്സ് പ്ലാങ്ക്? ഇപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് മനസ്സിലായോ അല്ലേ? എന്താണെന്ന് ക്ലിയർ ആയിട്ടുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മനസ്സിലായി നിങ്ങളൊന്ന് കമൻസിൽ ഇട്ടേക്കണം കേട്ടോ, ക്ലിയർ ആണെന്നുള്ളത്. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവും ഇവർക്കൊക്കെ ഇത് കിട്ടിയെന്നുള്ളത്. അടുത്ത കോൺസെപ്റ്റ് ആണ് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി. വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം തന്നെ എല്ലാവരും പഠിച്ചു പോകണം കേട്ടോ. ഇനി ഇതിലൊരു കൺഫ്യൂഷൻ ഇല്ല. വാട്ട് ഈസ് മെൻ ബൈ മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി? In order to explain the concept of black body radiation and വേറൊരു കോൺസെപ്റ്റ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും ഡീറ്റെയിൽ ആയിട്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, മാക്സ് പ്ലാങ്ക് പ്രപ്പോസ്ഡ് എ തിയറി നോൺ ആസ് മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി. അപ്പോൾ എന്താണ് ഈ തിയറിയിൽ പറയുന്നത് നോക്കാം. മാക്സ് പ്ലാങ്ക് പറയാണ് ദ റേഡിയൻ്റ് എനർജി, ഫസ്റ്റ് പോയിന്റ് ആണ്, ദ റേഡിയൻ്റ് എനർജി ഇസ് absorbed or emitted in the form of tiny packets or discrete packets of energy. എന്താ പറഞ്ഞത്? റേഡിയൻ്റ് എനർജി. ഇപ്പോൾ റേഡിയേഷൻ്റെ എനർജി ഇല്ല. ഈ റേഡിയൻ്റ് എനർജി ഒന്നെങ്കിൽ അബ്സോർബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നതോ കണ്ടിന്യൂസ്ലി അല്ല. നേരത്തെ ഇലക്ട്രോമാഗ്നറ്റിക്കിലെ വേവ് തിയറിയിൽ പറഞ്ഞല്ലോ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻ ഇല്ല. ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഈ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ദ റേഡിയൻ്റ് എനർജി, ഫസ്റ്റ് പോയിന്റ് ഇപ്പോൾ പഠിക്കണം, ദ റേഡിയൻ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് or emitted in small pack or discrete packets of energy known as quantum. ഓരോ ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ടുള്ള എനർജി ആയിട്ടാണ് എന്ത് വരുന്നത്? ഒരു റേഡിയേഷൻ, അതായത് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നതോ. വാട്ട്സ് ദ ഫസ്റ്റ് പോയിന്റ്? ദ റേഡിയൻ്റ് എനർജി ഈസ് എമിറ്റഡ് or absorbed in the form of a discrete packets of energy, and each packet of energy is known as quanta. ഇനി ഇതേ പാക്കറ്റ് ഇൻ കേസ് ഓഫ് ലൈറ്റിൻ്റെ കേസിൽ ഈ പാക്കറ്റ് ഓഫ് ക്വാണ്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോൺ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ഫോട്ടോൺ? എന്താ the radiant energy is emitted in the form of tiny packets, discrete packets of energy known as quantum. If these tiny packets of energy are light radiations, and then that is known as ലൈറ്റിൻ്റെ ആണെങ്കിൽ അതിന് നമ്മൾ പറയും ഫോട്ടോൺ എന്ന് പറയും. എന്താ പറയുക? ഫോട്ടോൺ എന്ന് പറയും. മനസ്സിലായോ? ഇനി അടുത്തത് സെക്കൻഡ് പോയിന്റ്, ദ എനർജി ഓഫ് റേഡിയേഷൻ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി. നമ്മൾ നേരത്തെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഫ്രീക്വൻസി കൂടും. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എനർജി. സോ എനർജി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ദ എനർജി ഓഫ് എ റേഡിയേഷൻ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി, ഓർ E is equal to H nu. Very important equation. E is equal to H nu, where H is known as Planck's constant and it's equal to 6.626 into 10 raised to minus 34 joules second. എന്താണ് ഇതിൻ്റെ വാല്യൂ? ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇത് 6.626 into 10 raised to minus 34. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താ? ദ റേഡിയൻ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഡിസ്കണ്ടിന്യൂസ്ലി. എന്താണ് ഡിസ്കണ്ടിന്യൂസ്ലി? ഇൻ ദ ഫോം ഓഫ് ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി നോൺ ആസ് ക്വാണ്ടം, ആൻഡ് ഈച്ച് പാക്കറ്റ് ഓഫ് എനർജി ഈസ് നോൺ ആസ് ക്വാണ്ട. And if it is the packet of energy is light, then it is called the light radiation, then it is called as photon. പിന്നെ എന്താ പറഞ്ഞത്? The energy of radiation is directly proportional to frequency, or E is equal to H nu. H is known as
Planck's constant, its value is 6.626 into 10 raised to minus 34. ഇനി അടുത്തത്, ഇനിയിപ്പോൾ എനർജി എമിറ്റ് ചെയ്യുന്നു, പാക്കറ്റാന്ന് പറഞ്ഞു, എനർജി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്, എനർജി ഈസ് ഓൾവേസ് എമിറ്റഡ് ഓർ എബ്സോർബ്ഡ് ആസ് എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ക്വാണ്ടം. ക്വാണ്ടത്തിൻ്റെ ഇതാണ് ഇപ്പോൾ ക്വാണ്ടം അല്ലേ, പാക്കറ്റ്സ് ഓഫ് എനർജി, അതിൻ്റെ ഹോൾ നമ്പർ ആയിട്ടാണ് ഈ ഓരോ തവണയും എനർജി എമിറ്റ് ചെയ്യുന്നത് അല്ലെ, എബ്സോർബ് ചെയ്യുന്നത്. അതായത് എനർജി ഈസ് ഓൾവേസ് എമിറ്റഡ് ഓർ എബ്സോർബ്ഡ് ആസ് ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ക്വാണ്ടം. ഒരു ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇത് വരുന്നത്. അതായത് ഇ ഈസ് ഈക്വൽ ടു 1 ന്യൂ അല്ലെങ്കിൽ 2 ന്യൂ 3 ന്യൂ 4 ന്യൂ, അങ്ങനെയാണ് ഇവർ എനർജി പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ഇ ഈസ് ഈക്വൽ ടു 0.1 ന്യൂ, ഇ ഈസ് ഈക്വൽ ടു 2.5 ന്യൂ, അങ്ങനെ ഒരിക്കലും അത് വരില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് എൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ. അതായത് ഒരു ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഈ വരുന്ന റേഡിയേഷൻസ്, അതായത് ക്വാണ്ട ഉണ്ടാവുക എന്നുള്ളത്. മനസ്സിലായി എന്തൊക്കെയാണ് 3 പോയിന്റ്സ്, ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. The radiant energy is emitted or absorbed in the form of small discrete packets of energy known as quantum. In case of light, then it is called as photon. പിന്നെ the energy of quantum is directly, energy of quantum is directly proportional to frequency, or E is equal to h nu, where h is known as the Planck's constant. Its value is 6.626 into 10 raised to minus 34. പിന്നെ എന്താ പറയുക, എനർജി ഈസ് ഓൾവേസ് എമിറ്റഡ് ഓർ എബ്സർവ്ഡ് ആസ് എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ക്വാണ്ടം. ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരിക, ഒരിക്കലും 0.1 2.5 അങ്ങനെ പറഞ്ഞിട്ട് വരില്ല. ഇതാണ് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി. ഇത് വെച്ചിട്ടാണ് അദ്ദേഹം ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്രയും കാര്യം മനസ്സിലായോ? എന്താണ് ഇന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറഞ്ഞു, മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറിയും പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറയും. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നന്നായി പഠിച്ചു വന്നോളൂ. 1-2 പ്രോബ്ലം ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കൂടെ ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കൂ. മനസ്സിലാവാത്ത കാര്യം കമൻസിലിടൂ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ അവരും പഠിക്കേണ്ടേ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നായി പഠിക്കട്ടെ. ഓക്കെ, താങ്ക് യു.